ചർച്ചയുടെ മര്യാദയ്ക്ക് വേണ്ടി കീഴടങ്ങുകയാണ് എന്ന് പറഞ്ഞപ്പം അതിന്റെ വാച്യാർത്ഥത്തിലെടുത്ത വിഡ്ഢികളോട് ആദ്യം സംസാരിക്കാനുണ്ട്. സാറിനെപ്പോലുള്ള മാന്യന്മാര് ഇതുപോലുള്ള അലവലാദികൾ കൊണ്ട് നടക്കരുത്. എന്ത് ചെയ്യാനാ, കഞ്ഞിയും വെള്ളവും കുടിച്ച് ജീവിച്ചോട്ടെ നേരിയ. അന്തസ്സില്ലാത്ത വർത്തമാനം പറയുക എന്ന് പറയുന്നത് ശീലമാക്കരുത്. ഇവിടെ കർത്താവിൻ്റെ അടുക്കളയിൽ ഏതാണ്ട് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ കർത്താവിൻ്റെ അടുക്കളയിൽ പോയി ചെയ്തൊരു പത്രത്തിൻ്റെ പേരാണ് ജന്മഭൂമി. 1,00,000 റുപ്യ പറഞ്ഞാലും ഇമാതിരി നാണം കെട്ട വർത്താനം പറയാൻ ഇന്നെ കിട്ടൂല. കരിമണൽ കമ്പനിക്ക് അനുകൂലമായി ഇന്ത്യ രാജ്യത്തെ ഏക പത്രം മുഖപ്രസംഗം എഴുതിയ ജന്മഭൂമിയാണ്. ആ കർത്താവിന്റെ കമ്പനിക്കെതിരായിട്ട് ലേഖനം എഴുതിയത് ദേശാഭിമാനി ലേഖനം എഴുതിയിട്ടില്ല. ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ മൈക്ക് ഓഫ് അദ്ദേഹത്തിന്റെ. ഞാൻ പറയുന്നത് ജന്മഭൂമി കരിമണൽ കമ്പനിക്ക് അനുകൂലമായി കരിമണൽ കമ്പനിക്ക് വേണ്ടി മുഖപ്രസംഗം എഴുതിയ വൃത്തികെട്ട നാണം കെട്ട പത്രമാണ് ജന്മഭൂമി. ലോകത്ത് പല കള്ളുടിയന്മാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിന്റെ നേതാവോട് പറയുന്നത് എന്താണ്? ഈ വിദേശയാത്ര പോകുമ്പോൾ നാണക്കേടാണ്. എന്താ നാണം കെടേണ്ടത്? ഞങ്ങളെ അദാനിയെ കൊണ്ടുപോയോ, അംബാനിയെ കൊണ്ടുപോയോ? ഇവനൊക്കെ എന്ത് ചെയ്യുമെന്ന് പറ. പിന്നെ ഒരാളെ കൊണ്ടുപോയിട്ട് മുരളീധരൻ നയതന്ത്രമായ ഒരു കടത്ത് കടത്തിയല്ലോ, ഒരു മഹിളാ മോർച്ചയുടെ സെക്രട്ടറിയെ. മുരളീധരന്റെ കൂടെ അങ്ങപ്പറ ദുബായി പോയിട്ട് ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിൽ ഇരിക്കുന്നത് കണ്ടല്ലോ ഒരു വനിത. അങ്ങനെ പാഴ്സലായിട്ട് വനിതകളെ കൊണ്ടുപോയ നാണം കെട്ട പണി ആ മുരളീധരനെ ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ പറയിപ്പിക്കരുത്. ഇനി അവിടെ കേസ് എന്തായെന്ന് എന്നോട് ചോദിച്ചത്. കേസ് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുക. അതായത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളെ ദ്രോഹിക്കുന്ന വിഷയത്തിൽ കേരളം കൊടുത്ത ഷൂട്ട് ഭരണഘടനാ ബെഞ്ചിന് വിട്ട് മനസ്സിലായില്ലേ? ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് ആ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അർത്ഥം ഉത്തരം നരേന്ദ്രമോദിയെ കൊണ്ട് പറയിപ്പിക്കുമെന്നാണ്. ഇനി മോദിക്ക് പറയാൻ അധികം ആയുസില്ല കേട്ടോ. ജൂൺ 4-ാം തീയതി മോദിയുടെ വെടി തീരും. ഹരിയാനയിൽ വെടി തീർന്നല്ലോ. അരിവർഷം നടത്തിയപ്പോ പിണ്ണാക്ക എഴുതിയിട്ട അവിടെയാണ് ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നത്, നിങ്ങൾക്കെതിരായ യുദ്ധത്തിൽ ഞങ്ങൾ മുൻനിരയിലായിരുന്നു. ആ യുദ്ധം നയിച്ച മുഖ്യമന്ത്രിയാണത്. ദുബായിലും സിംഗപ്പൂരിലും ഇന്തോനേഷ്യയിലാണ് മോദിക്കെതിരെ അന്തസ്സില്ലാത്തവർ ഈ ഇടയ്ക്ക് ഇടപെടരുത്. അല്ലല്ല, നിങ്ങൾ കാണിച്ച തെറ്റാ ഞാൻ ആദ്യം പറയുന്നത്. ഞാൻ സംസാരിച്ച് മറുപടി പറയുമ്പോൾ ഈ ചർച്ചയുടെ വിഷയമല്ല നിങ്ങൾ പറയുക. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ എക്സാലോജിക്ക് പറഞ്ഞ് ഞങ്ങൾ അങ്ങ് ഒലിച്ചു പോവോ? ഒലിച്ചു പോയത് കുഴൽനാടനാണ്. അവിടെ തോറ്റ് തൊപ്പിയിട്ടിട്ട് കണ്ടം വഴി ഓടിയ നേതാക്കന്മാർക്ക് വേണ്ടി അവരുടെ പെട്ടി എടുത്തുകൊണ്ട് നടക്കുന്നവർ വന്നിട്ട് ഞങ്ങളോട് അന്തസ് പിടിപ്പിക്കാൻ വരികയാണോ? അവരോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം മറുപടിയാണ് പറയുന്നത്. അന്തസ്സുള്ള മറുപടിയാണ് പറയുന്നത്. ഇന്ത്യ രാജ്യത്ത് നയിച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഡൽഹി പോയി സമരം നടത്തിയ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ, ഇനി തള്ളല്ലേ താങ്ങൂ. മോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ വെച്ചിരിക്കുകയാണ് യന്ത്രം. മോൺസൺ മാവുങ്കലിന്റെ വീട്ടിലെ യന്ത്രം വെച്ചിട്ടുണ്ട്. സുധാകരനോട് എടുക്കാൻ മറന്നുപോയില്ല. പോയി അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന അതെ. അതുകൊണ്ട് ഗോപികൃഷ്ണ, ഈ ചർച്ചയ്ക്ക് ഒരു മര്യാദ ഇല്ല. ഞാൻ അവസാനിപ്പിച്ചു. അത്രയ്ക്കായോ? നീ നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കും. ഒരു ഭേദഗതിയുടെ അത്യാവശ്യം എന്തായിരുന്നു എന്നാണ് ആദ്യം കോൺഗ്രസ് പാർട്ടി വിശദീകരിക്കേണ്ടത്. താൻ എവിടെ വന്ന് രാവിലെ കുറ്റിയും പറഞ്ഞു. നമ്മളൊരു ഭേദഗതി വരുത്തുമ്പോൾ എന്താവശ്യത്തിനാണ് ഭേദഗതി വരുത്തുന്നത്? എന്തായിരുന്നു ഇത്തരം ഒരു ഭേദഗതിയുടെ അത്യാവശ്യം? ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് ഒരു ബൈലോ ഭേദഗതി ആവട്ടെ, നിയമ ഭേദഗതി ആകട്ടെ, പർപ്പസ് ഓഫ് ദാറ്റ് ലെജിസ്ലേഷൻ എന്ന് പറയും. എന്തായിരുന്നു ഇത്തരം ഒരു ഭേദഗതിയുടെ അത്യാവശ്യം? നമ്മുടെ രാജ്യത്ത് മദ്യത്തിനും മറ്റ് മയക്കുമരുന്നിനും മറ്റെല്ലാ കാര്യത്തിനും വല്ലാത്ത പ്രചാരം വരുന്നൊരു പശ്ചാത്തലത്തിൽ, യുവതലമുറ അതിന് അടിപ്പെട്ടു പോകുന്ന പശ്ചാത്തലത്തിൽ അവരെ രക്ഷിക്കാൻ ബാധ്യതപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ മദ്യത്തോടും മറ്റ് ലഹരി വസ്തുക്കളോടും കൂടുതൽ അകന്നു നിൽക്കണം. ഞങ്ങൾ ആ മേഖലയിൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. അതുകൊണ്ട് മദ്യത്തോടൊപ്പം മറ്റു വസ്തുക്കൾ കൂടി അതിൽ പെടുത്തിയിരിക്കുന്നു എന്ന് ഒരു നിലപാട് കോൺഗ്രസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ആ പ്രമേയത്തിന്റെ വിശദീകരണത്തിൽ ഇത് കാണാം. ഈ ഒന്ന് മണപ്പിക്കുമ്പോഴേക്കും ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ കൂടുന്നു. ഒരു വിശദീകരണം ഉണ്ടായിട്ടില്ല. മദ്യം, അതുപോലുള്ള ഇൻടോക്സിക്കേറ്റഡ് ഡ്രഗ്സ്, അവയെല്ലാം ഒഴിവാക്കപ്പെടുക. ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരമുള്ള ചില സംഗതികൾ അതിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അതിനർത്ഥം ലഹരിയാവാം, മാരകമായ ലഹരി പാടില്ല. അതാണ് ആ ഭരണഘടനാ ഭേദഗതിയുടെ അർത്ഥം. അത് വിശദീകരിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നെഞ്ചത്ത് കയറാമെന്ന് വിചാരിച്ചാലോ? ഇന്നത്തെ രാത്രിയിൽ ഞങ്ങളുടെ പാർട്ടിയുടെ ഭരണഘടന വ്യക്തമായി പറയുന്നത്
പാർട്ടി അംഗങ്ങൾ മദ്യപിക്കരുതെന്നാണ്. മാങ്ങാ തൊലി. മദ്യപാനികളെ പാർട്ടി ഉൾക്കൊള്ളുന്നില്ല എന്നാണ്. അത് ലംഘിക്കുന്ന ആളുകളെ കണ്ടെത്തി ഞങ്ങൾ നടപടി സ്വീകരിക്കുന്നു. നമ്മുടെ നാട്ടിലെ അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? ഞങ്ങൾ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തെറ്റ് സംഭവിച്ച് മദ്യപാന ലഹരിയിലേക്ക് പോകുന്ന ആളുകളെ നടപടി എടുക്കുന്നത് എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ഉണ്ടായിട്ടുണ്ട്. ആ നടപടി എടുക്കാൻ ഞങ്ങൾക്ക് കൂട്ടായ കരുത്ത് നൽകുന്നത്, സംഘടനാപരമായ കരുത്ത് നൽകുന്നത് ഭരണഘടനയുടെ ആ ബലമാണ്. ആ ഭരണഘടനയുടെ ബലം ചോർത്തിക്കളഞ്ഞു. ആ ചോർത്തിക്കളയുമ്പോൾ കോൺഗ്രസിന് വലിയ പാരമ്പര്യമില്ലേ? മദ്യവർജന പാരമ്പര്യമില്ലേ? ഇവൻ നമ്മക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നണേ. മദ്യവർജനവും ഖാദിയും കോൺഗ്രസിന്റെ അവിഭാജ്യ ഘടകങ്ങളല്ലേ? അതിലൂടെയല്ലേ ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി കോൺഗ്രസിനെ ഇന്ത്യ രാജ്യത്ത് ഗാന്ധിജി അടക്കമുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഇത് നേരെ ചൊവ്വ പോകുന്ന ലക്ഷണില്ല. ആ കോൺഗ്രസിനെ നിങ്ങൾ ബാർക്കോഴയ്ക്ക് വേണ്ടി പരിപാടി നടത്തുന്ന കോൺഗ്രസ് ആക്കി മാറ്റി. എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? നിങ്ങൾ കെ ബാബു എന്ന് പറയുന്ന നിങ്ങളുടെ മന്ത്രി വന്ന് ബാർ ഉടമകളെല്ലാം വിളിച്ചുകൂട്ടി, ബാർ മദ്യരാജാക്കന്മാരെയൊക്കെ വിളിച്ചുകൂട്ടി അടുത്ത കൊല്ലം ഇത്ര ലക്ഷം രൂപ വെച്ച് ബാർ ഫീസ് കൂട്ടാൻ പോകുമെന്ന് പറഞ്ഞു. നീ ഒന്ന് ശരിക്ക് തള്ളേ. എന്നിട്ട് ആ ഫീസിന്റെ പേരിൽ അത് കൂട്ടാൻ പോകുന്ന കണക്ക് വെച്ചിട്ട് പിന്നീട് ഇത് കുറച്ചു തരാമെന്ന് പറഞ്ഞ പേരിൽ നഷ്ടം വ്യത്യാസം എത്രയെന്ന് കണക്കാക്കി അത്രയും കാശ് KPC ഓഫീസിലേക്ക് പിരിച്ചു. കഴിപ്പണം കെട്ടവന്മാരെ കൊണ്ട് ഒരു ഇരിക്കെ പുറതെയില്ല. KPC പ്രസിഡന്റിന്റെ കസേര അടിയിൽ കൊണ്ട് ബാർ ഉടമകള് പണം കൊണ്ടുവച്ചു. എന്താ നമ്മുടെ പേര്? അനിൽകുമാർ. നോട്ട് ചെയ്തു. അതേ KPCC ഓഫീസിൽ പണം കൊടുത്തവർ പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിമാർക്ക് ഒരു വെള്ളി രൂപ ഒരു ചായ വാങ്ങിക്കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായില്ല. ഓമനക്കുട്ടൻ അത് അത്ര സന്തോഷമായിട്ടല്ല പറഞ്ഞത്. അല്ല, എനിക്കെന്താ സന്തോഷം? അത് കേട്ടോണ്ടിരുന്ന കേരളത്തിലാണ് മദ്യവർദ്ധനത്തിന്റെ കുത്തക പറഞ്ഞിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നെഞ്ചത്ത് കയറാൻ കുറെ പേര് വന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഞാൻ പറയുകയാണ്, നിങ്ങൾ നിയമപുസ്തകം എടുത്തല്ല വ്യാഖ്യാനിക്കേണ്ടത്. എന്താണ് അതിന്റെ ഉദ്ദേശം? കോൺഗ്രസ് പാർട്ടി ചേരുന്ന സാധാരണ പ്രവർത്തകനോടുള്ള സന്ദേശം എന്താണ്? മദ്യപാനമാകാമെന്ന സന്ദേശം കൊടുക്കുമ്പോൾ നിങ്ങൾ ചെറുപ്പക്കാർക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ലോകത്ത് പല കള്ളുടിയന്മാരെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഒരുത്തിന് ആദ്യമായിട്ടാണ് കാണുന്നത്. രാത്രി മനുഷ്യൻ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കത്തില്ല. ഇവിടെ BJPക്കെതിരായ ഒരു സമരത്തിന് പോകുന്നു, യുദ്ധത്തിന് പോകുന്നു, ഒരു രാജ്യം ഒരു ജീവൻ മരണ പോരാട്ടത്തിലേക്ക് നടക്കുന്നു. ആ പോരാട്ടം നടക്കുന്ന രംഗത്ത് വളരെ അത്യാവശ്യമായിരുന്നു ഇപ്രകാരം ഒരു ഭരണഘടനാ ഭേദഗതി കോൺഗ്രസിന്റെ. ഈ മനുഷ്യനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ. അതിന്റെ അത്യാവശ്യം എന്തായിരുന്നു? യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് പ്രായോഗികതയിലേക്ക് പോയപ്പോൾ സാധാരണക്കാർ കോൺഗ്രസിലേക്ക് അടുക്കാതെ വന്ന സന്ദർഭത്തിൽ സ്വഭാവദൂഷ്യമില്ലാത്തവരെ ഞങ്ങൾക്കാകാം. എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് തന്നെ പറ്റി. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.